നമുക്ക് അവിടെ എന്താ പോയി നോക്കിയാലോ? ഹലോ, ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് സീതാർകുണ്ടിക്കാണ്. ഇപ്പൊ ഞങ്ങൾ ഏകദേശം എത്തിയപ്പോൾ 5:30 കഴിഞ്ഞു. സീതാർകുണ്ടിക്ക് വരുമ്പോൾ കറക്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് രാവിലെ വന്നാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ഞങ്ങൾ എത്തുമ്പോൾ ലേറ്റായി. നമ്മൾ സീതാർകുണ്ടിക്ക് വരുന്ന വഴി ഭയങ്കര മോശമാണ്. പുതിയ കാറൊക്കെ ആയി വരുന്നവർ നന്നായി സൂക്ഷിച്ചോളാം. അടിമുട്ടും. ഞങ്ങളുടെ കാർ അടിമുട്ടിയായിരുന്നു. അപ്പോൾ നന്നായി നോക്കി എന്നൊക്കെ വന്നാൽ മതി. കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നവർക്ക് ബൈക്കിൽ വരുന്നതെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ട്. കറക്റ്റായിട്ട് ബൈക്കിൽ വരികയാണെങ്കിൽ നമുക്ക് സ്മൂത്തായി പോകാൻ പറ്റും. പിന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ബ്ലോക്ക് ഉണ്ട് ഈ ടൈമിൽ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. നോക്കി നടന്നില്ലെങ്കിൽ ഇവിടെയും തലയും കുത്തി വീഴും. നല്ല ചൂടാണ്. ഈ ചൂടിൽ ചെടികളൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ മഴ ടൈമിലാകുമ്പോൾ ഫുള്ളായിട്ട് വെള്ളമൊക്കെ ഉണ്ടാവും. ഇപ്പം അത്ര വെള്ളമില്ല ഒന്നും. താഴേക്ക് നമുക്ക് പോയി നോക്കാവേ. താഴെ എത്തിയപ്പോൾ വഴിയൊന്നും മോശമായാലും കുഴപ്പമില്ലാന്ന് തോന്നിയായിരുന്നു. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. വേനലായിട്ടും ഏപ്രിൽ ആവുന്നില്ലല്ലോ. അത്യാവശ്യം റഷും ഉണ്ട്. ബാക്കിൽ കാണാം നിങ്ങൾക്ക്. നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു വരുമ്പോഴൊക്കെ. മേലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതിലേ കൂടെ നടക്കാൻ പറ്റുന്നൊന്നും. ആ സൈഡിൽ പോണ വഴി കൂടെ മുകളിലോട്ടും പോവാം. ക്യാമറയ്ക്ക് ഒത്തിരി പോസ് ചെയ്ത് നടന്നാൽ മുഖം കുറച്ച് വീഴുന്നതായിരിക്കും. ഈ ഒരു ടൈമിലാകുമ്പോൾ ചൂടല്ലേ, കുളിക്കാനൊക്കെ നല്ല രസമായിരിക്കും. മഴയത്താകുമ്പോൾ കുറച്ചും കൂടെ സ്ലിപ്പൊക്കെ ആയി വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ ഇതിലേയും കാട്ടി വെള്ളം ഉണ്ടാവും. മാർച്ച് ടൈമിലൊക്കെ വെള്ളം ഇല്ലയെന്ന് വിചാരിക്കും പാലക്കാട്. പക്ഷെ ഇപ്പോൾ സീതാർകുണ്ടിൽ അത്യാവശ്യം വെള്ളമുണ്ട്. കുളിക്കാൻ പറ്റുന്നതനുസരിച്ച് വെള്ളമുണ്ട്. ഈ ടൈമിൽ വന്നാൽ എല്ലാവർക്കും ഫ്രണ്ട്സോടെ എൻജോയ് ചെയ്യാം. മഴ ടൈമിൽ വന്നാൽ എന്താ വെച്ചാൽ വെള്ളം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു എൻജോയ്മെൻറ്റ് നടക്കത്തില്ല. കുളിക്കാമെന്നുണ്ടെങ്കിൽ എല്ലാവരും വരിക, പക്ഷെ കുളിക്കാൻ പറ്റില്ല. പിന്നെ നല്ല വെള്ളം ഉണ്ടാവും. ഡേഞ്ചർ ആയിരിക്കും. പിള്ളേരെ കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം ഡേഞ്ചർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ വരികയാണെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം അടുത്തൊക്കെ ഭയങ്കര കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഇതിൽ കൂടുതൽ പിള്ളേരെ ഇറങ്ങിയിരിക്കുന്നത്. വലിയവരെയും കാട്ടി പിള്ളേരെ കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നത്. നമ്മളും ഇത് കാണാൻ വേണ്ടി വന്നിട്ട് വെള്ളത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുന്ന മോശമല്ലേ. അപ്പോൾ നമുക്ക് വെള്ളത്തിറങ്ങാം. ആക്ച്വലി ഞാൻ ഷൂ ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇവിടെ വെള്ളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ വന്ന് നോക്കുമ്പോൾ നല്ല വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഇറങ്ങിക്കളയാം. ബ്രേക്ക്ഫാസ്റ്റ് തോന്നും. കാലടി ഫുള്ള് വീട് കടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടൈം ഏകദേശം 6:30 ആയി. അപ്പൊ ആ ടൈമിലൊക്കെ എല്ലാവരും ഒന്ന് ഇതിന് പുറത്തേക്ക് ഇറങ്ങുന്നതായി കുറച്ചുകൂടെ ബെറ്റർ. കാരണം വരുന്ന വഴിയൊക്കെ കണ്ടല്ലോ അത്യാവശ്യം മോശമാണ്. പിന്നെ വെളിച്ചമൊന്നും ഉണ്ടാവില്ല. ഇരുട്ടാവാനായി അത്യാവശ്യം ഇരുട്ട് വരുന്നുണ്ട്. അപ്പം ആ ഇരുട്ട് ആവുമ്പോഴേക്ക് നമുക്ക് പുറത്ത് കിടക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ. അല്ലെങ്കിൽ നടക്കുമ്പോൾ വീഴാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീഴുന്ന ഉറപ്പാണ്. കാരണം വരുന്ന വഴിയിൽ ഞങ്ങൾ കുറേ വീഴാൻ വേണ്ടി പോയായിരുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.